അങ്ങനെ രമേശ് ചെന്നിത്തല പകരം വീട്ടുവാൻ ഇറങ്ങിയിരിക്കുക. 2021 കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തായ സമയത്ത് വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ രമേശ് ചെന്നിത്തല MLA മാരുടെ പിന്തുണ ഉറപ്പിച്ചു. ഈ പിന്തുണ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി പോയ സതീശൻ തിരികെ വന്നത് പ്രതിപക്ഷ നേതാവായി. ഡൽഹിയിലെത്തിയ സതീശൻ നേരെ പോയി KC വേണുഗോപാലിനെ കണ്ടു. ചെന്നിത്തലയെ വെട്ടാൻ കാത്തിരിക്കുകയായിരുന്ന വേണുഗോപാൽ ഒരു ആഗ്രഹക്കാരനായ സതീശനെ കൃത്യമായ അവസരത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ഉടുപ്പും തച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ സതീശനും വേണുഗോപാലും ചേർന്ന് ഷെഡിലാക്കി. അങ്ങനെ കുറേ കാലമായി രമേശ് ചെന്നിത്തല ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ സതീശന്റെ മുന്നിൽ കയറി. സതീശൻ പിന്നിലായി. അതിനിടയിലാണ് ഡിസ്റ്റിലറി വിഷയം വന്നത്. ചെന്നിത്തല രാവിലെ പത്രസമ്മേളനം വിളിച്ചു. ഉച്ചയ്ക്ക് ശേഷം മണ്ടൻ സതീശന്റെ ആദ്യത്തെ മണ്ടത്തരം, ടെൻഡർ വിളിച്ചില്ലത്രേ. അപ്പോൾ ബോൾ വീണ്ടും ചെന്നിത്തലയുടെ പോസ്റ്റിലായി. ചെന്നിത്തല നേരെ ഭൂഗർഭ ജലത്തിൽ പിടിച്ചു. സ്വന്തം സ്ഥലത്ത് എന്തിന് ടെൻഡർ എന്ന വസ്തുത വന്നതോടുകൂടി ടെൻഡർ എന്ന സാധനം കീറിപ്പോയി. ഉടൻ തന്നെ സതീശന് നേരെ ഭൂഗർഭത്തിലെത്തി. നിത്യ പിണറായി വിരുദ്ധൻ CR നീലകണ്ഠനും ഭൂഗർഭത്തിലേക്ക് തൂങ്ങി. ഭൂഗർഭ ജലമല്ല, മഴ സംഭരണിയും ജല അതോറിറ്റി വെള്ളമാണെന്ന വിവരം പുറത്തു വന്നതോടുകൂടി സതീശന്റെ, രമേശന്റെ, നീലാണ്ടന്റെയും ഭൂഗർഭം അലസിപ്പോയി. ഭൂഗർഭം അലസ്യത്തിന്റെ നോവുമായി സതീശൻ പറഞ്ഞു, ജല അതോറിറ്റി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കമ്പനികൾക്ക് കൊടുക്കരുതെന്നായി. ഏത് കമ്പനിക്കും ശേഷിയുണ്ടെങ്കിൽ വാണിജ്യ നിരക്കിൽ KWA വെള്ളം നൽകാറുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി അതിൻ്റെ ഗ്യാസും പോയി. എന്തായാലും നാട്ടിലൊരു വ്യവസായം വരുമ്പോൾ അത് മുടക്കാൻ അഴിമതി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെന്തായാലും അഴിമതിക്ക് വഴി വച്ചേക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. 2026 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇരുവർക്കും ഭാവുകങ്ങൾ നേരുന്നു.